താൽക്കാലികമായി ഭൗതികമായ ജീവിതത്തിന്റെ പ്രമത്തതയിൽ വീണുപോകാതെ അനന്തമായ പാരത്രിക ലോകത്തെ സ്വർഗത്തിലേക്ക് വേണ്ടി തയ്യാറാവണം. അതാണ് മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവർക്ക് ഇവിടെയുള്ളതൊന്നും അവരുടെ മാറ്ററല്ല. അവരെ കണ്ണെപ്പോഴും ലൗഹയിലാതെന്നോവർ. അവര് നോക്കിയിരിക്കുന്നത് ആത്മീയ ലോകത്തെ ഉന്നതങ്ങളിലേക്കാണ്. ഇവിടെയുള്ള കഷ്ടതകളും നഷ്ടങ്ങളുമല്ല അവരെ മതിച്ചത്, നാളത്തെ സ്വർഗമാണ് അവരെ കാത്തിരിക്കുന്നത്. മഹാനരായ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ അവസാനം വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. ഞാനിനി നീട്ടി സംസാരിക്കുന്നില്ല. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലാം. സയ്യിദന്മാരിവിടെയുണ്ട്, ദുആ ചെയ്യാം. ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാം ഖൽബ് നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, മഹാനരായ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ ആഖിറത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടത്തെ സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസങ്ങളും യോഗ്യതകളുമല്ലാതെ മോനെ മോളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ പാരത്രിക ലോകത്ത് നല്ലത് ചെയ്തവർക്ക് സ്വർഗമുണ്ട്. ഇവിടുന്ന് നന്മ ചെയ്തവർക്കാണ് അവിടെ സ്വർഗമുള്ളത്. ഇവിടെ തിന്മ ചെയ്തവർക്ക് അവിടെ നരകമാണ്. അതുകൊണ്ട് മോനെ, നീ നല്ല നിലക്കൊന്ന് ജീവിച്ച് മുത്തഖിയായാൽ കിട്ടാനുള്ള സ്വർഗം എത്ര മനോഹരമാണ്. ഇന്നത്തെ മക്കൾക്ക് സ്വർഗം കൊതിക്കാൻ നമ്മളെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് നരകത്തെ ഭയക്കാൻ നമ്മളെ നരകത്തെക്കുറിച്ച് അവരെ ഭയപ്പെടുത്തി അറിയിക്കാറുണ്ടോ? ഇന്ന് നമ്മളിന്ന് ബോഡി ഷേപ്പ് പർദ്ദയിട്ട് നടക്കുകയാണ്, ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ ശരീരത്തിന്റെ നീളവും വണ്ണവും വർണ്ണവും ഭാവവും അന്യപുരുഷന്മാര് കാണുന്ന നിലക്കുള്ള വസ്ത്രം ധരിച്ചാൽ അല്ലാഹുവിന്റെ കോപത്തിനിരയാകും, മുത്തുനബി തങ്ങളുടെ അനിഷ്ടത്തിന് പാത്രമാകും. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ സ്വർഗം നഷ്ടമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വനിതാ രാഷ്ട്രീയം കൊണ്ട് അതിനെ മുസ്ലിയാമാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും. ചിലപ്പോൾ വനിതാ കമ്മീഷനെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ മീഡിയകളെ കൊണ്ട് ലോകം തിരിയാത്ത മുസ്ലിയാരെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടൊന്നും വസ്തുതകൾ മാറില്ല. മരണം ഇല്ലായ്മ ചെയ്യാൻ ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. മരണം അല്ലാഹു തആല വിളിക്കുന്ന സമയത്ത് തടുത്തു വെക്കാൻ ആരും വരില്ല. ആ മരണത്തെ മറികടക്കാൻ ഇവിടുത്തെ ഒരു ഗവേഷകനും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ മരണം യാഥാർത്ഥ്യമല്ലേ? ഇതിനപ്പുറത്തൊരു ലോകവും ആ യാഥാർത്ഥ്യമാണ്. അവിടെ ഇവിടത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ആളുകൾ വരില്ല, നിയമം പാസാക്കുന്ന ആളുകൾ വരില്ല. അതുകൊണ്ട് നാളെ സ്വർഗം വേണോ? എന്നെയും നിങ്ങളെയും ജനിപ്പിച്ച അഥവാ നമുക്ക് ജീവൻ നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. അവനെ അനുസരിക്കാതെ, അവന് വിധേയപ്പെടാതെ നാളത്തെ ജയം കിട്ടൂല. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്. പറയുമ്പോഴെന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് പറയാം. എന്റെ നീളം ഞാൻ തീരുമാനിച്ചതല്ലല്ലോ, എന്റെ വണ്ണം ഞാൻ തെരഞ്ഞെടുത്തതല്ലല്ലോ, എന്റെ വാപ്പയെ ഞാൻ തെരഞ്ഞെടുത്തതല്ലല്ലോ, എന്റെ ഉമ്മയെ ഞാൻ തെരഞ്ഞെടുത്തതല്ലല്ലോ, എന്റെ ജന്മനാട് ഞാൻ തെരഞ്ഞെടുത്തതല്ലല്ലോ. ഇത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. നമുക്കതിൽ യാതൊരു റോളുമില്ല. എന്നിരിക്കെ നമുക്ക് ഈ ജീവൻ നൽകിയതാരാണ്? അതിവിടുത്തെ വനിതാ കമ്മീഷനല്ല,
ഇവിടുത്തെ ലെഫ്റ്റോ റൈറ്റോ രാഷ്ട്രീയ കക്ഷികളല്ല, ഇവിടുത്തെ കേന്ദ്രമോ സംസ്ഥാനമോ ഭരിക്കുന്നവരല്ല. ഇതെല്ലാം നൽകിയതാരാണ്? റബ്ബുസ്സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ പരിപാലകനായ റബ്ബാണ്. ആ റബ്ബ് ഇവിടെ നന്മ ചെയ്യുന്നവർക്കൊരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വേണോ മോളെ? എന്നാൽ 5 നേരം നിസ്കരിച്ച് ആ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ പഠിപ്പിച്ച മാതിരി നീ മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിച്ചാൽ നിനക്കുള്ള സ്വർഗം ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ, അനന്തമായ ഉദ്യാനമാണ്. അതല്ല അല്ലാഹുവിന്റെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല. ഞാൻ എന്റെ ബോഡി ഷേപ്പ് ബോട്ടം ധരിച്ചുകൊണ്ടേ നടക്കൂ, ഞാൻ എന്റെ ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചേ നടക്കൂ, ഞാൻ അന്യപുരുഷന്റെ കൂടെ കമന്റടിച്ചേ തിരിയൂ. കലാലയത്തിന്റെ മുറ്റത്ത് ആരെയെങ്കിലുമൊക്കെ കമ്പനി അടിച്ച് പ്രണയം നടിച്ച് ഒക്കെ നടന്നിട്ട് ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ഭയന്നോ. ഇന്നഅതദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ, കത്തിയാളുന്ന നരകവും വിലങ്ങുകളും ചങ്ങലകളുമുള്ള നരകമാണ്. അത് സഹിക്കാനാവുമോ മോളെ? ഭയക്കണേ പെങ്ങളെ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആകാൻ പാടില്ല. അല്ലാഹു തആലയ്ക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം, ഔലിയാക്കളെ ഇഷ്ടം വെക്കണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം. അന്യപുരുഷന്മാർ സ്ത്രീകൾ ഇടകലർന്നുകൊണ്ട് അനാവശ്യ സംസാരമോ ഇടപെടലോ ഒന്നും വരാൻ പാടില്ല. തഖ്വയോടെ ജീവിച്ചാൽ ശാഫി ഇമാം തങ്ങൾ പോകുന്ന ഒരു സ്വർഗമുണ്ട്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പോകുന്ന ഒരു സ്വർഗമുണ്ട്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പോകുന്ന ഒരു സ്വർഗമുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹ പോകുന്ന ഒരു സ്വർഗമുണ്ട്. അതിനു മുമ്പേ മുത്തുനബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേതൃത്വം നയിക്കുന്ന, അതുപോലെ ഹസനൈനി റളിയല്ലാഹു അൻഹു യുവാക്കളെ ലീഡ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. അതിൽ കടക്കണമെന്ന മോഹമുണ്ടോ? ഇവിടത്തെ ജരാനരകളെല്ലാം ഇവിടെ അവസാനിക്കും. ഇവിടത്തെ പ്രാരാബ്ദങ്ങളും ഒടുങ്ങും, പ്രതാപങ്ങളും ഒടുങ്ങും. അനന്തമായ ഒരു ലോകം വരാനുണ്ട്. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ വഫാത്തിന്റെ ശയ്യയിലാണ്. അവിടുത്തെ മകൻ അബ്ദുൽ ജബ്ബാർ എന്നവരെ വന്നിട്ട് ചോദിക്കുന്നു, കൈഫ അസ്ബഹത യാ വാലിദീ, ഉപ്പാ എങ്ങനെയുണ്ട് ഉപ്പാ, എങ്ങനെയുണ്ട് ഉപ്പാ? ഉടനെ ശൈഖ് അവറുകൾ പറയുകയാണ്, ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി, എന്റെ എല്ലാ അവയവത്തിനും വേദനയുണ്ട് മോനെ, ഇല്ലാ ഖൽബി, എന്റെ കൽബിന് വേദനയില്ല. എന്തേ? അതാണ് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക് അവരുടെ കൽബിന് സമാധാനമാണ്. ശരീരത്തിന്റെ വേദന അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജമീഉ അളാഇ തുലിമുനി ഇല്ലാ ഖൽബി, എന്റെ കൽബിന് വേദനയില്ല, എന്റെ കൽബിന് വേദനയില്ല. വഖൽബി ഇൻദ റബ്ബി, എന്റെ
കൽബ് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. രക്ഷിതാവായ റബ്ബിങ്കലാണ് എന്റെ കൽബുള്ളത്. അതുകൊണ്ട് എന്റെ കൽബിന് വേദനയില്ല. അവിശ്വാസികൾക്കങ്ങനെയല്ല. മരണപ്പെടുന്ന സമയത്ത് അവരുടെ കൽബിന് സമാധാനമില്ല. ശരീരത്തിന് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും അവരുടെ മനസ്സിന് സമാധാനമില്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി തേടിയ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. അങ്ങനെ ശാന്തി തേടിയ ആത്മാവ് അല്ലാഹുവിലേക്ക് മടങ്ങും പോലെ ശൈഖ് മുഹീദ്ദീൻ തങ്ങൾ പറയുകയാണ്, ഖൽബി ഇൻദ റബ്ബി, എന്റെ ഖൽബ് അല്ലാഹ് അല്ലാഹ് അല്ലാഹുവിലാണ്. അലൈക ബിത്തൗഹീദ് അലൈക ബിത്തൗഹീദ് അലൈക ബിത്തൗഹീദ്. തൗഹീദ് മുറുകെ പിടിക്കണേ മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദ് മുറുകെ പിടിക്കണേ മോനെ. എല്ലാ നന്മയുടെയുമാകത്തുക എന്ന് പറയുന്നത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇതാണ് മോനെ അവസാനം നമുക്ക് നേടേണ്ട വിജയം. അതല്ലേ ലോകത്തെ അമേരിക്കയെ ഞെട്ടി